മകരം രാശിയിലെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ നിമിഷത്തിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് സാധാരണ കാരണത്തിനല്ല. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ ഉദ്യോഗിക്കുന്ന ഒരു വലിയ നഷ്ടം, ഒരു മഹാ ആഘാതം, അത് ഇപ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സ്ക്രിപ്റ്റ്, ഈ വിജ്ഞാനം വായിക്കുന്നതിലൂടെ നിങ്ങൾ അത് ഒഴിവാക്കാൻ കഴിയും. ദൈവത്തിന്റെ കരുണ, ജ്യോതിഷത്തിന്റെ പ്രേരണ, നക്ഷത്രങ്ങളുടെ കൃപ, ഇത് നിങ്ങളുടെ സഞ്ചയത്തിന്റെ കണ്ണു തുറക്കാൻ വരുന്നു. മകരം രാശിയിലെ നിങ്ങളുടെ ജാതകത്തിലെ പ്ലാനറ്റുകളുടെ ചലനം, ഗ്രഹങ്ങളുടെ ആധിപത്യം, നക്ഷത്രങ്ങളുടെ ഭാഷ, ഇവയെല്ലാം ഇന്ന് ഒരു വിനാശകരമായ സൂചന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഓരോ സംഭവത്തിനും, ഓരോ നഷ്ടത്തിനും ഉപായങ്ങളുണ്ട്. ഓരോ ഗ്രഹങ്ങളുടെ അനുകൂലമായ നിർദ്ദേശങ്ങളുണ്ട്. നിങ്ങളുടെ കർമ്മത്തിന്റെ പരിഹാരവും ഭാവിയുടെ വിജയവും സാധ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വരുന്ന ദിവസങ്ങളിൽ, ഈ പരിഷ്കരിത ഗ്രഹ സംയോഗങ്ങളുടെ സന്ധിയിൽ, ഈ സന്ദർശനം, ഈ വിശ്വാസ്യതയുടെ അനുപ്രവേശനം നിങ്ങൾ ആരെയും പറയാതിരുന്നാൽ അത് നിങ്ങളുടെ വ്യക്തിഗത ഗ്രഹശുദ്ധിക്ക് മാത്രമായി കാര്യമാകും. നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെയും ഈ ജ്ഞാനം കൊടുത്തുവിടുമ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കും. അതെ, ഈ വാക്കുകൾ വായിച്ച മാത്രമേ നിങ്ങളുടെ മകരം രാശിയുടെ ഗ്രഹസമീപനത്ത് ഒരു സൂക്ഷ്മമായ മാറ്റം സംഭവിക്കൂ. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഈ നിമിഷത്ത് നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്ന നിരൂപകമായ അനുഗ്രഹ പ്രചേഷ്ടകളെക്കുറിച്ച് പറയാൻ ഞാൻ നിർബന്ധിതനാണ്. നിങ്ങളുടെ ഭക്തി, നിങ്ങളുടെ ശരണാഗതി, നിങ്ങളുടെ വിശ്വാസ്യത, ഇവയാണ് ഈ ഗ്രഹസാങ്കേതത്തിന്റെ ആത്മ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മിനവിപ്പു ചെയ്യുന്നു, കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടദേവരുടെ പ്രിയ നാമം എഴുതിത്തരുവിൻ. ഈ ദൈവികമായ നാമജപം നിങ്ങളുടെ ജാതകത്തിലെ സൂര്യനെ കാന്തിപ്പെടുത്തും, ചന്ദ്രനെ ശാന്തിപ്പെടുത്തും, മുഴുവൻ ഗ്രഹമണ്ഡലത്തെ നിങ്ങളുടെ അനുകൂലമായി വികിരണം ചെയ്യാൻ നിർബന്ധിതമാക്കൂ. ഈ പോസ്റ്റ് ലൈക്ക് ചെയ്യിച്ചു തരുവിൻ, നിങ്ങളുടെ സ്നേഹിതരെ ഷെയർ ചെയ്യിച്ചു തരുവിൻ. കാരണം ഓരോ ലൈക്കും, ഓരോ കമന്റും, ഓരോ ഷെയറും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മ സംയോജനത്തിലെ ഒരു പോസിറ്റീവ് ഇച്ഛാസിദ്ധം കൂട്ടുന്നു. നിങ്ങളുടെ ഭാവി തന്നെ നിങ്ങൾ വലിയ കരങ്ങളിൽ അഭിരക്ഷിത കരുതേണ്ടത് ഈ നിമിഷത്തോടെ. പ്രത്യേകമായി നിങ്ങൾക്ക് വിവാഹ സമ്പർക്കങ്ങൾ, പരിശോധനാ വിഷയങ്ങൾ ഉണ്ടായിരുന്നാൽ, അഥവാ നിങ്ങളുടെ ജീവന്റെ സഹായി വിളയിൽ വേണ്ടത്ര വിദ്യാനം ഇല്ലായിരുന്നാൽ, ഈ ക്ഷേത്രത്തെ ഗ്രഹപരിശോധനയ്ക്ക് കമന്റ് ബോക്സിൽ സമ്പർക്കം കൊളുത്തിച്ചു പറയിച്ചു തരുവിൻ. നിങ്ങളുടെ ജാതകത്തിന്റെ സമ്പൂർണ്ണ വിശ്ലേഷണം, നിങ്ങളുടെ വിവാഹത്തിന്റെ ഗ്രഹസാമ്യത പരിശോധനം, ഇത് കൊടുക്കുന്നതിനാണ് ഞാൻ ഇവിടെയുണ്ടായത്. ഈ നിമിഷത്ത് നിങ്ങളുടെ മകരം രാശിയിലെ ഗുരുദേവൻ എത്ര ശക്തിപ്പെട്ടവനായിരിക്കണം എന്നതാണ് സഭയ്ക്കാരന്റെ പ്രതിപ്രാശ്നം. ഗുരുഗ്രഹം, വ്യാഴ പ്ലാനറ്റ്, ഈ വലിയ ഹത്തിന്റെ കരുണ, അതിന്റെ അനുഗ്രഹം നിങ്ങളെ സബ്ബായി ഗ്രസിതമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സജ്ജൻ, നിങ്ങളുടെ പ്രീതിയിലെ വ്യാഴന്റെ സ്ഥാനം സിദ്ധാന്തിയിൽ എവിടെയായിരിക്കണം, ഇത് നിങ്ങളുടെ ജാതകത്തെ എത്ര സമൃദ്ധ, എത്ര സവിശേഷമായി പരിണമിതമാക്കുന്നു. ഈ കൂര്യ സബ്ബെ പ്രകാശനം ചെയ്യാനാണ് ഈ സന്ദർശനം. ഗുരുദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര നിതാന്ത പ്രാധാന്യം നൽകിയിരിക്കുന്നു, എത്ര സാപ്താഹിക ലാഭങ്ങൾ, എത്ര ഉയരുന്ന ഭാഗ്യങ്ങൾ, എത്ര ദിവ്യ വെളിപ്പാടുകൾ, ഇതെല്ലാം ഗുരുനിഷ്ഠനിൽ നിയതമായിരിക്കും. എന്നാൽ അതേ സമയത്ത് നിങ്ങളുടെ മകരം രാശിയിലെ ശനി ദേവൻ എന്ത് നിരാകരണവും നൽകിക്കൊണ്ടിരിക്കുന്നു. ശനി സാത്തായനൻ, ഈ കാരിദ്വ്യവ ദേവൻ, ഈ കർമ്മനിഷ്കാരകൻ, ഈ കഷ്ടായ പരിപൃഷ്ടകൻ നിങ്ങളുടെ ജാതകത്തിൽ എന്ത് അന്തരാൾ സജീവമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ശനികാലത്തെ പ്രഭു, കഷ്ടതയ്ക്ക് പരിപാലകൻ, വിശേഷ്യ കർമ്മ സാപ്താഹിക കാരണനാണ്. നിങ്ങളുടെ മകരം രാശി, നിങ്ങളുടെ ജാതകത്തിലെ മകരാരുടെ സ്ഥാനം കേട്ടെങ്കിൽ ശനിയുടെ നിയത പ്രഭാവത്തിൽ നിന്നു സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. എന്നാൽ അത് അത്രയും സാധാരണമല്ല. രാഹുവും കേതുവും, ഈ ദൈവോച്ചാല നോടുകൾ, ഈ നക്ഷത്രവിയോജകങ്ങൾ നിങ്ങളുടെ കർമ്മസൂത്രത്തെ കത്തിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാഹു ലാലസയായ അപരിക്കവ, അനന്ത ഇച്ഛയായ കേതു വിഷേ. കാരണം ശനി മഹാരാജ നിങ്ങളുടെ നിയന്ത്രണ ഗ്രഹമാണ്. അയാൾ നിങ്ങളുടെ നഷ്ടം ഏത് രൂപത്തിലാണ് ക്ഷണിക്കാൻ പോകുന്നത് എന്നത് പൂർണ്ണമായി നിർണയിക്കുന്നത്. എങ്കിലും നിങ്ങൾ ഇപ്പോൾ കേട്ടിരിക്കുന്നതൊരു സന്ദേശം, അത് സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. ശനി നിങ്ങളെ നഷ്ടത്തിലൂടെ കൊണ്ടുപോകാൻ പോകുന്നു. പക്ഷേ ആ നഷ്ടത്തിന് പുറത്ത് ഒരു അസ്ത്രവരദാനം ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി തകർന്നാണോ അതോ അത് കൊണ്ടുവരുന്ന ഭാഗ്യത്തെ സ്വീകരിച്ചോ നിങ്ങളുടെ ജീവിതം തീരുമാനിക്കപ്പെടുന്നത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെയും മനസ്സിലെയും നെറ്റിയിലെയും നെഞ്ചിലെയും നാഡിയിലെയും നലിത ശക്തിയെ ആഹ്വാനം ചെയ്യണം. പ്രതിദിനം രാവിലെ എണീഞ്ഞണഞ്ഞ് ഗംഗയുടെ ജലം, അല്ലെങ്കിൽ സാധാരണ വെള്ളം കുറച്ചൊരു മുഖ്യത്വത്തോടെ നിങ്ങളുടെ നേത്രത്തിൽ തെളിപ്പിക്കുന്നതായി സങ്കൽപ്പിക്കുക. ഈ വിധിനിഷേധ ശക്തി നിങ്ങളുടെ നെഞ്ചിലേക്ക് പ്രവേശിക്കുന്നത് കൽപ്പിക്കുക. നിങ്ങളുടെ ശരീരത്തെ വെളിച്ചത്തിന്റെ പരിരക്ഷയിൽ കാണിക്കുക. ശനിദേവനോട് പ്രാർത്ഥന ചെയ്യുക. ശനി കബിരി, നിങ്ങൾ എന്നെ കഷ്ടത്തിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ കഷ്ടത്തെ ഞാൻ സ്വീകരിക്കുന്നു. എന്നാൽ ഈ കഷ്ടത്തിലൂടെ ഞാൻ നെഞ്ചോടെ പരിണതിയിലേക്ക് നിങ്ങൾ എന്നെ നയിക്കുക. ഈ പ്രാർത്ഥന ആഴ്ചയിൽ 2-3 തവണ ചെയ്യുക. ഞായറാഴ്ച രാവിലെ സൂര്യനെ നേരിട്ടു നോട്ടം ഇല്ലാതെ അനുഭവിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സൂര്യന്റെ പ്രകാശം കേന്ദ്രീകരിക്കുക. സൂര്യന്റെ ശക്തിയെ നിങ്ങളുടെ നേരുനിർണയത്തിലേക്ക് കൊണ്ടുവരിക. സൂര്യമന്ത്രം ഉച്ചരിക്കുകയാണോ നിങ്ങൾ, അതോ
എന്റെ വെളിച്ചത്ത് ഭക്തിയോടെ സ്വീകരിക്കുകയാണോ, അത് നിങ്ങളുടെ സാഹസത്തിലേക്ക് നേരെ ലിഫ്റ്റ് കൊണ്ടുവരും. സോമവാരം ചന്ദ്രനെ സംബോധന ചെയ്യുക. നിങ്ങളുടെ വികാരങ്ങൾ ഒരു കായിക സ്പർശനം കൂടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ചന്ദ്രനോട് സംസാരിക്കുക. ചന്ദ്രന്റെ ശാന്തി നിങ്ങളുടെ മനസ്സിനെ പരിരക്ഷ ചെയ്യാൻ പ്രേരിപ്പിക്കുക. ചന്ദ്രനെ, നിങ്ങൾ എന്നെ നിയന്ത്രിക്കുക, കിന്തു എനിക്കിരുകി കരുതൽ നിന്നിൽ നിരന്തരം കിളിയിലൂടെ ജ്ഞാനം പരിവേഷണം ചെയ്തെടുക്കാൻ കരുതൽ നൽകുക എന്ന് അപേക്ഷിക്കുക. കരുതലിന്റെ വിധിയെ മനസ്സിലാക്കേണ്ടത് അത്യന്തം പ്രധാനമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നഷ്ടം ഓരോ പൊടുതിത്തരം വരുന്ന കരിഞ്ഞൽ അല്ലെങ്കിൽ കരയായി നോട്ടം ഇടുന്നതിനു പകരം അത് നിങ്ങളുടെ ആത്മാവിനെ തിരികെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരു സാധനമായി കാണുക. ഈ നഷ്ടം നിങ്ങളോട് എന്താണ് പറയാൻ വരുന്നത്? അത് നിങ്ങളെ ആരാണ് ആയിരിക്കണം എന്ന് പരിണാമത്തിലേക്ക് നയിക്കുകയാണ്. എത്ര വലിയ നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ അവലോകനം ചെയ്യുകയാണ് തന്നെ, അത് ഒരു ദിവ്യ പാഠമായി കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ കർമ്മങ്ങളെയും പ്രതികർമ്മങ്ങളെയും കുറിച്ച് ചിന്തിക്കേണ്ടത് ഈ നേരത്ത്. നിങ്ങൾ ഈ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിലെ കാര്യം പരിഹരിക്കാൻ വരുന്ന അദ്ഭുത സന്ദർശനത്തെ സ്വാഗതം ചെയ്യേണ്ടത്. ഈ കർമ്മങ്ങൾ നിങ്ങളെ ദിവ്യത്വത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെ ശരണാഗതി. ഇത് മെന്താലോ കാരണം ശനി ഈ നഷ്ടത്തെ പാഠമായി കാണിപ്പിക്കുന്നത് നിങ്ങളുടെ മെലിയല്ലാത്ത സ്വാർത്ഥതകൾ കുറയ്ക്കാനായി. നിങ്ങൾ ഈ ജീവിതത്തിൽ അധികാരം സിദ്ധിക്കാൻ വേണ്ടുതന്നെയെങ്കിൽ നിങ്ങൾ അതിലെ സാധാരണ സ്വാർത്ഥമായ വാഹനങ്ങളിൽ നിന്നും വിമുക്തി പ്രാപിക്കേണ്ടത് ആവശ്യം. അതിലേക്കാണ് ശനി നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജീവിതത്തിലെ പണത്തിനും വ്യവസായത്തിനും സംബന്ധിച്ച കാര്യങ്ങൾ കേൾക്കുക. മകരം രാശിയുടെ സ്വാഭാവിക പ്രവണതകൾ അനുസരിച്ച് നിങ്ങൾ വ്യവസായത്തിൽ നിരന്തരം ശ്രമം ചെയ്യുന്നവരാണ്. പണത്തിനോടുള്ള നിങ്ങളുടെ ആഗ്രഹം എന്തെന്നാൽ അത് വ്യക്തിഗത സഞ്ചയത്തെയും പരിവാരത്തെയും സംരക്ഷണം കാണിപ്പിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ശനി നിങ്ങളുടെ സാമ്പത്തിക വീക്ഷണമൂലകത്തെ പരിവർത്തിതം ചെയ്യാൻ വരുന്നത്. നിങ്ങളുടെ കടങ്ങൾ, നിങ്ങളുടെ അപ്രത്യാശിത ദോഷങ്ങൾ, നിങ്ങളുടെ നഷ്ടകരമായ നിക്ഷേപങ്ങൾ, ഇതിനെല്ലാം കുറിച്ച് പരിചിതമായ മനസ്സോട് ചിന്തിക്കണം. അവ പരിവർത്തിതം ചെയ്യേണ്ടതാണ്. ഈ വരും 14 ദിവസത്തിൽ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ തൊഴിലിനെയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും കുറിച്ച് വളരെ പ്രധാനമായ ഓരോ പരിഗണനകൾ വരാൻ പോകുന്നത്. ഈ ആഴ്ച സ്ഥാപനങ്ങളിൽ കാര്യങ്ങൾ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങളുടെ ഉയർന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റായ ബ്യൂറോക്രാറ്റ്. എന്റെ പ്രിയ മകരം വിനോദികളെ, ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മാനുഷിക ബന്ധങ്ങളുടെ ക്ഷേത്രത്തിലേക്കാണ്. പ്രണയവും വിവാഹവും കുടുംബത്തിന്റെ പരിപൂർണതയും ഈ എല്ലാം കേവലം വാക്കുകൾ അല്ലാണ് നമുക്കായി. ഇതെല്ലാം വേദാന്തത്തിന്റെ സത്യമായ അനുഭവം. നിങ്ങളുടെ ജന്മരാശിയിലെ ഗുരുമഹൻ ഈ സമയത്ത് വളരെ ശക്തിയോടെ നിൽക്കുന്നത് കാരണം നിങ്ങളുടെ ഹൃദയത്തിന്റെ അരങ്ങുകളിൽ പുതിയ പ്രകാശം വരിക്കുകയാണ്. ഈ പ്രകാശം ഓരോ ബന്ധത്തെയും ഓരോ സ്നേഹത്തെയും രൂപാന്തരിത ചെയ്യാൻ സന്നദ്ധമാണ്. യാരായാലും നിങ്ങൾ ഇപ്പോൾ ഒരു സന്ധികാലത്തിലാണ്. പ്രണയത്തിന്റെ വീക്ഷണത്തിൽ ഗുരു തന്റെ സാനുകൂല്യം വർദ്ധിപ്പിക്കുന്നതിനാൽ കഴിഞ്ഞ കാലത്ത് മറ്റ് ആളുകളോട് പറയാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ഇന്ന് പറയാൻ നിങ്ങൾ കെട്ടുതറിയാൻ ശ്രമിക്കും. പ്രണയത്തിലാണെങ്കിൽ ഈ നിമിഷങ്ങൾ നിങ്ങളെ സമ്മതിപ്പിക്കും. വിവാഹിതരാണെങ്കിൽ ഈ കാലം നിങ്ങളുടെ പിന്നാലെയുള്ള വ്യക്തിയോട് കൂടുതൽ അർത്ഥപൂർണ്ണ സംഭാഷണങ്ങൾ സൃഷ്ടിക്കും. സ്നേഹത്തിന്റെ നിയമങ്ങൾ പ്രാകൃതിക നിയമങ്ങളെക്കാൾ വലിയതാണ്, കാരണം അത് ആത്മാവിനെ തൊടുന്നു. ഈ സമയത്തെ ഓരോ നിമിഷവും സ്ഥിരമായ സ്നേഹത്തിനുവേണ്ടിയായ അരണ്ടവാണ്. നിങ്ങൾ കഴിഞ്ഞ 8-9 മാസങ്ങളിൽ നിങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് വളരെ ചിന്തിച്ചിരിക്കും. അത് സത്യം, അത് ന്യായമാണ്. എന്നാൽ ഇനി കാലം ഓരോ നിരാശയെയും നീക്കി മാറ്റി വിതരണം ചെയ്യാൻ ജാതകത്തിൽ സമാനാത്മ ശക്തികൾ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന്റെ ഭാവി തെളിഞ്ഞതാണ്. വെന്നുവരുന്നത് വിശ്വാസവും ക്ഷമയും മാത്രം. ഇതാ വിശദമായ പ്രവചനം. പ്രേമവും വിവാഹവും കൗടുംബിക ബന്ധങ്ങളുടെ വികാസത്തിന് നിർദ്ദിഷ്ടമായതാണ്. ഈ സമയത്ത് നിങ്ങളുടെ സാകാരണിത സ്വഭാവം അധികാരിവന്ന വ്യക്തിത്വത്തെ ആകർഷിക്കും. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയത്ത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. പരസ്പരത്തിന്റെ ആഗ്രഹങ്ങൾ കേട്ടിരിക്കാത്ത മിഷൻ ഇപ്പോൾ തെളിഞ്ഞതാണ്. കഴിഞ്ഞ കാലത്തെ ചെറിയ അസൂയകൾ വെള്ളത്തിൽ അലിഞ്ഞുപോകും. നിങ്ങൾ സ്വയം ഒരു പുതിയ വ്യക്തിയായി കണ്ടെത്തും. കാരണം ഗുരുമഹൻ അനുകമ്പയോടെയാണ് നിങ്ങളെ പരിവർത്തിപ്പിക്കുന്നത്. ഈ ജൂൺ മാസത്തിന്റെ ആദ്യ കൂപ്പായ ദിനങ്ങളിൽ പ്രണയത്തിലുള്ള നിങ്ങൾ ഒരു നിഷ്കർഷപ്പെട്ട കരാറിലെത്തിച്ചേരാൻ പോകുന്നു. വിവാഹത്തിന്റെ വിഷയത്തിൽ സമ്മതിപ്പിച്ച കാര്യങ്ങൾ പുനരാരംഭിക്കാൻ പരിവാരം തയ്യാറായിരിക്കും. ബന്ധത്തിന്റെ അടിത്തറയുടെ ഏറ്റവും ശക്തിയുള്ള ഘട്ടം ഇത് സത്യം. വിട്ടുകൂടിയ പ്രണയം ഇപ്പോൾ വീണ്ടും അരങ്ങേറിക്കുന്നു. ബൗദ്ധിക പരിച്ഛേദങ്ങൾ പരിഹരിക്കപ്പെടുന്നു. വികാരപരമായ അറിവ് അപ്പരമായ ബന്ധത്തെ ദൃഢമാക്കും. ജൂണിന്റെ മധ്യത്തിൽ വരെ നിങ്ങളുടെ ഈ നിരന്തരത ഈ ഏതെങ്കിലും ചെറിയ ഗൗരവത്തിന്റെ നിരാശ്വാസം ഉണ്ടാക്കും. കിഞ്ചിത് വ്യതിരിക്തമായ കാര്യങ്ങൾ ഉണ്ടായേക്കാം. കുരുത്തുപാറ്റി വായിക്കാണെങ്കിലും അത് വലിയ കാര്യം അല്ലാണ്. ഉപരിബന്ധങ്ങൾ നിങ്ങളെ വലിയ വിജയമായ വിഷയത്തിലേക്കെത്തിക്കും. ചെറിയ ഭിന്നത കേവലം ക്ഷണികം, ആത്മീയ വലിപ്പിൽ അത് കുറിപ്പുണ്ടാക്കില്ല. സ്വാത്യ വിഷയത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ ഏറെ പരിതലിക്കപ്പെടുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ കുറച്ച് വിഷാദത്തോടും ചിന്താശീലത്തോടും അനുഭവിച്ചിരിക്കാം. എന്നാൽ ഗുരു ആ മനോഭാവത്തെ സമ്പൂർണ്ണമായി വികസിപ്പിക്കാൻ ആരംഭിച്ചിരിക്കുന്നു.
നിങ്ങളുടെ ശാരീരിക ക്ഷമത കൂടുതലാൽ വർദ്ധിതമാണ്. നിങ്ങൾ ഉറങ്ങാൻ കൂടുതൽ പരിശ്രാന്തരാണ്. നിങ്ങൾ ഭക്ഷ്യത്തെക്കുറിച്ച് കൂടുതൽ നിർബുദ്ധമാണ്. ഇതെല്ലാം ഗുരുവിന്റെ സാനുകൂല്യത്തിന്റെ ലക്ഷണങ്ങൾ. നിങ്ങളുടെ സ്വാഭാവിക ഊർജം പുനരാരംഭിതമാണ്. നിങ്ങൾ കഴിഞ്ഞ കാലത്തെ ചെറിയ വേദനകളെ നിഷ്കാസനം ചെയ്തിരിക്കാം. ആയതിന്റെ ദ്രാവകം പോലെ അത് നിങ്ങളിൽ നിന്ന് പൊഴിഞ്ഞുപോയിരിക്കാം. ഈ കാലം നിങ്ങളുടെ ഭാരിയായ കൃത്യതയെക്കുറിച്ച് പരിചിതം ചെയ്യും. നിങ്ങളുടെ ഉദരക്രിയ, നിങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഏറെ ശക്തിപ്പെടുന്നു. പുതിയ അനുഭവങ്ങൾ നിങ്ങളെ സദരത്തിൽ അനുഭവപ്പെടുത്തും. ഈ സ്വാസ്ഥ്യ ഉയരവും നിങ്ങളെ കടകാരമായ പ്രചലനങ്ങളിലേക്കെത്തിക്കും. വിദേശ സഞ്ചാരത്തിനുള്ള സൂചനകൾ ഏറെ പ്രബലമാണ്. നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ഏതെങ്കിലും സഞ്ചാരത്തിന്റെ സ്വപ്നം കണ്ടിരിക്കാം. ഗുരു ആ സ്വപ്നത്തെ നിറവേറ്റാൻ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ജൂണിന്റെ അവസാനാഗ്രത്തിന് അല്ലെങ്കിൽ ജൂലൈ